കാര്യം പ്രമുഖ സംവിധായകരാണ് ഇതിൽ. അദ്ദേഹത്തിന്റെ സിനിമ നമ്മളെല്ലാം ഈ അടുത്തുകൂടെ കണ്ടതാണ്. വളരെ വേദനാജനകമാണ്. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിയും ആദ്യം ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത് അവരോട് തന്നെയാണ്, അവരുടെ ശരീരത്തോട്, ഈ സമൂഹത്തോട്, അവർ പ്രതിദാനം ചെയ്യുന്ന തൊഴിൽ സിനിമാ മേഖലയോട്. ഇത് ചെയ്യുന്നത് വളരെ മോശകരമാണ്. അവർക്ക് ശക്തമായ നിയമ നടപടി നേരിടണം. ആ നിയമ നടപടിക്ക് ശേഷം അവരെ തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ നോക്കണം. ഇവിടെ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഡയറക്ടർ ഇത് ഉപയോഗിക്കുമ്പോൾ താഴെയുള്ള എല്ലാവരും ഉപയോഗിക്കാനുള്ള ചാൻസ് അല്ലേ കൂടുതൽ. ഡ്രഗ് പെർമിസീവ്നെസ്, അഥവാ ഡ്രഗ് ഉപയോഗിക്കാൻ കഴിയുന്നു എന്ന തരത്തിലുള്ള ഉള്ളൊരു ഫീലിംഗ് അല്ലേ സെറ്റിനുള്ളിൽ ഉണ്ടാകുക. കാര്യം ഡയറക്ടർ പോലും ഉപയോഗിക്കുന്നു. അതിശക്തമായി നേരിടണം. അനുജാജി, ഞാൻ പല ചാനലുകളിലും പറയാറുണ്ട്, എല്ലാ വിഷയത്തിനും രണ്ട് വശങ്ങളുണ്ട്. പക്ഷെ ഡ്രഗ്സ് എന്ന വിഷയത്തിന് രണ്ട് വശമില്ല, ഒരൊറ്റ വശമേ ഉള്ളൂ. ബാക്കി എല്ലാ വിഷയങ്ങളിലും രണ്ട് വശങ്ങളുണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ മയക്കുമരുന്നിന്റെ കാര്യത്തിൽ ഒരൊറ്റ വശമേ ഉള്ളൂ. അത് തിന്മയുടെ വശമാണ്, ഈവിളിന്റെ വശമാണ്. ലാലേട്ടൻ പറയുന്നത് പോലെ നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്.